ലക്ഷക്കണക്കിന് പേർ ജീവൻ വെടിഞ്ഞ ഭീകരകാലമായിരുന്നു ഒന്നാം ലോകയുദ്ധം നടന്ന സമയം. ഇക്കാലത്ത് യുദ്ധത്തിലല്ലാതെയും ഒട്ടേറെ ക്രൂരസംഭവങ്ങൾ നടന്നു. ഇവയിൽ കേൾക്കുന്നവരുടെ രക്തം മരവിപ്പിക്കുന്ന ഒരു സംഭവ കഥയുണ്ട്. അതാണ് ബെലാക്കിസ് എന്ന സീരിയൽ കില്ലറുടെ കഥ. മമ്മൂട്ടി ചിത്രം കളങ്കാവലിലെ സ്റ്റാൻലി ദാസ് എന്ന സീരിയൽ കില്ലറെ അനുസ്മരിപ്പിക്കുന്നു ബെല. 1877 ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിലെ ബുഡാപെസ്റ്റിൽ ജനിച്ച ബെല കിസ് ഒരു തകരപ്പണിക്കാരനായിരുന്നു. വിചിത്രമായ സ്വഭാവത്തിന് ഉടമ. ധാരാളം സ്ത്രീകൾ അയാൾക്ക് പ്രണയിനിമാരായി ഉണ്ടായിരുന്നു. ദുർമന്ത്രവാദം ചെയ്യാനും ബെലയ്ക്ക് താല്പര്യമേറെയായിരുന്നു. ബുഡാപെസ്റ്റിനു സമീപം സിൻകോട്ടെ എന്ന പട്ടണത്തിലേക്ക് അയാൾ താമസത്തിനായി എത്തി. ഒരു വാടക വീട് താമസിക്കാനായി എടുത്തു. വീട്ടുജോലികൾ ചെയ്യാനായി ജാക്കൂബ് എന്ന സ്ത്രീയെയും നിയമിച്ചു. നാട്ടുകാരോടെല്ലാം നന്നായി ഇടപഴകുന്ന ആളും ജനപ്രിയനുമായിരുന്നു ബെല. അയാളുടെ തന്റെ വീട്ടുവളപ്പിൽ ധാരാളം വീപ്പകൾ കൊണ്ടുവന്നു സ്ഥാപിച്ചു. ചോദിച്ചവരോട് വിശ്വസനീയമായ ഒരു കാരണം പറഞ്ഞു. ഒരു വലിയ യുദ്ധം വരുമെന്ന് തോന്നൽ. അപ്പോൾ പെട്രോളിന് വില കൂടുമല്ലോ, കുറച്ചു വാങ്ങി സൂക്ഷിക്കാമെന്ന് കരുതി. ബെലയുടെ അനുമാനം ശരിയായിരുന്നു. 1914 ജൂണിൽ ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിന്റെ അധിപനായ ഫ്രാൻസ് ഫെർഡിനൻഡ് സെർബിയയിൽ കൊല്ലപ്പെട്ടു. ഇതോടെ ഒന്നാം ലോക യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങി. താമസിയാതെ നിർബന്ധിത സൈനിക സേവനം നടപ്പിലാക്കി. ഓസ്ട്രോ ഹംഗേറിയൻ സേനയിലേക്ക് 37 വയസ്സുള്ള ബെലയും നിയോഗിക്കപ്പെട്ടു. 2 വർഷത്തിലേറെ കാലം ബെല യുദ്ധഭൂമിയിലായിരുന്നു. ഇക്കാലത്ത് അയാളെക്കുറിച്ച് ആർക്കും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. മറ്റു പല സൈനികരെയും പോലെ ബെലയും മരിച്ചു കാണുമെന്ന് വാടക വീടിന്റെ ഉടമ വിചാരിച്ചു. മറ്റൊരാൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവിടെ ഉണ്ടായിരുന്ന പെട്രോൾ വീപ്പകൾ സൈന്യത്തിന് കൊടുക്കാനാണ് തീരുമാനിച്ചത്. അതിനായി സൈനികരെയും കൂട്ടി വീപ്പകൾ തുറന്നു. സ്പിരിറ്റിൽ മുക്കിയ ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അതിൽ. ഞെട്ടിത്തെറിച്ച ഉടമയും സൈനികരും തിരച്ചിൽ നടത്തിയതോടെ ആകെ 24 സ്ത്രീകളുടെ മൃതദേഹം കണ്ടെത്തി. ബെലയുടെ വീട്ടുജോലിക്കാരി ജാക്കൂബിനെ പോലീസ് കസ്റ്റഡിയിലെത്തു. ബെലയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ സൈന്യത്തിന്റെ ഉന്നത നേതൃത്വം നിർദ്ദേശവും പുറപ്പെടുവിച്ചു. എന്നാൽ ബെല അതിനൊക്കെ മുൻപ് തന്നെ കടന്നു കളഞ്ഞിരുന്നു. പിന്നീട് ഇയാളെ ഒരിക്കലും കിട്ടിയിട്ടില്ല. ബെല എങ്ങോട്ട് പോയി എന്ന വിവരം ഇന്നും അജ്ഞാതമായി അവശേഷിപ്പിക്കുന്നു.